കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് നിന്നും ഡൽഹിയിലേക്ക് മടങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് യാത്രാമധ്യേ മട്ടന്നൂരിൽ വൻ സ്വീകരണം നൽകി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും മട്ടന്നൂർ ടൗണിൽ ഒഴുകിയെത്തി. ജില്ലാ അതിർത്തിയായ നെടുമ്പൊയിൽ മുതൽ വിവിധ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കാൻ തടിച്ചുകൂടിയിരുന്നു. പ്രവർത്തകരുടെ ആവേശത്തീർപ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധി നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം മട്ടന്നൂർ ടൗണിൽ അരമണിക്കൂറോളം പ്രവർത്തകരോട് മൈക്കിൽ സംസാരിച്ചു. ബഹുസ്വരതയും നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. If the language of Kerala, the language of Tamil Nadu, the language of Bengal is protected in India, it is protected by the Constitution of India. കേരളത്തിന്റെ ഭാഷ, തമിഴ്നാടിന്റെ ഭാഷ, ബംഗാളിന്റെ ഭാഷ ഇവയൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ ആ സംരക്ഷിക്കപ്പെടുന്നതിനാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. If the right to freedom, the right to liberty in this country is protected, it is protected by the Constitution of India. ജീവിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. The right to decide which language you speak, which religion you profess, which tradition you want to follow is all protected by the Constitution of India. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കണം, ഏത് മതം സ്വീകരിക്കണം, ഏത് സംസ്കാരവുമായി ഇതെല്ലാം നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. ജനാധിപത്യ സംരക്ഷണത്തിന് എന്നും താൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രസംഗത്തിലുടനീളം നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പാർട്ടി പ്രവർത്തകരും വാദ്യമേളങ്ങളുമായി കാത്തുന്നത് മട്ടന്നൂർ ടൗണിൽ ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. സമഗ്ര ന്യൂസ്, മട്ടന്നൂർ.